വികാരം അതെന്താ? ഇവിടെ കുറച്ച് ഹബീബീസ് വന്നിട്ടുണ്ട്. വികാരം ഹബീബി ഫ്രം ഏങ്ങണ്ടിയൂരിൽ നിന്നുള്ള ഹബീബികളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മള് പുലിയൊക്കെ ആയിട്ട് ഇറങ്ങി വന്നു. നിങ്ങളത് ഇങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളെ പിടിച്ചത്. അതെ, അതുകൊണ്ട് ഇങ്ങനെ വന്നത്. നമ്മൾ വിചാരിച്ചു സാധാരണ ഡ്രസ്സ് തൊടുന്ന പുലി വേഷമൊക്കെ ചെറുതായിട്ടെങ്കിലും ഇട്ട് വന്നാൽ നമ്മളായിരിക്കും ശ്രദ്ധിക്കാറ്. ഇതിപ്പോ അതിന്റെ അപ്പുറത്താണല്ലോ വേറെ ലെവല്. അതെ, ഞങ്ങൾ ഇതേമാതിരി ഇങ്ങനെ ആവാറുണ്ട്. ആണല്ലോ. വെറൈറ്റി ആയിട്ട് അറബി വന്നു. എന്താണ് ഹബീബിയുടെ പേരെന്താ? ദീപക് ഹരി. എന്തുകൊണ്ട് ഈ ഒരു വേഷം തിരഞ്ഞെടുത്തേ? ഞങ്ങള് ബ്ലോഗേഴ്സിന് അപ്പൊ എന്തായാലും ഒന്ന് വെറൈറ്റിക്ക് വേണ്ടിട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. എന്തെങ്കിലും കയ്യിലുണ്ടോ? 2 നമ്പർ മിനിസ്റ്റർ പാട്ട് പാടി മാത്രമുണ്ട് കയ്യില്. സ്റ്റെപ്പ് ഒരു അറബി പാട്ട് പറഞ്ഞു സ്റ്റെപ്പ് വെക്കും. അതുകൊണ്ടോ പാട്ടുകാര് നിങ്ങളെ പാടിങ്ങിട്ട് 1 2 3 4 പാടിക്കോ. നിങ്ങൾ പാടിക്കോ, ഇഷ്ടമുള്ള പാടിക്കോ. ഇലുമിനാറ്റി പാടുന്നോ? ആവേശം ഏതെങ്കിലും പാടപ്പാ. നല്ല കടിനാലാവിന്റെ നിറ പോലെ വന്നല്ലോ പനിനീരിൻ കടവത്തെ പുടമുല്ല പൂത്തല്ലോ ആ മുല്ലപ്പൂവിൻ ജലത്തെ വെള്ളപ്പെണ്ണിൽ കുട്ടായോ വെള്ളിപ്പിള്ളത്തിൽ കള്ളിപ്പെണ്ണില്ല തിങ്കൾ സലാം സലാം റൻ മുഹമ്മദ് സലാം സലാം യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. അപ്പൊ ഇതാണ് ഇവിടെ എല്ലാരും ഉണ്ട്, എല്ലാ ദേശക്കാരുണ്ട്. ദാസനും വിജയനും കൂടി എങ്ങടാ ഞങ്ങൾ ഇനി മൊത്തത്തിൽ പുലികളൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ ഇങ്ങനെ പോയാൽ അവര് പേടിച്ചോ എനിക്ക് തോന്നി. ബാക്കി എല്ലാരും ഒരുപോലെ ഇവിടെ പുലികൾ എനിക്ക് എങ്കേമ പുലികളാ. അങ്ങനെയൊന്നും പേടിക്കുന്ന എല്ലാ പുലികളും. ഓ, അപ്പൊ ഇതാണ് ഇതാണ് പൂജ. ഇവിടുത്തെ ഒരു ആവേശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ എല്ലാ തരക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എങ്ങനെയൊക്കെ വെറൈറ്റി ആക്കാൻ പറ്റും അങ്ങനെയൊക്കെ നിങ്ങൾ വെറൈറ്റി ആക്കും. പിന്നെ കളറാക്കാന്ന് പറയില്ലേ, ശരിക്കും അടിച്ച് പൊള്ളിക്കുക, വൈബൊക്കെ സീനൊക്കെ ഡാർക്ക് ആക്കുക, അതൊക്കെയാണ് നമ്മുടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൺ വൈബാണ്. ഈ കൂടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആ വൈബ് ഇങ്ങനെ പരസ്പരം പകർന്ന ആർക്കും ഒരു പ്രശ്നം ഇല്ലാണ്ട്, അതായത് അതൊക്കെ എല്ലാവരും ആസ്വദിക്കുക ഹാപ്പി ആയിട്ട്. അതെ, വൺ ഹാപ്പിയാണ് ഇവിടെ. ലിഷോയ് അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അവര് പറഞ്ഞതിൽ കാര്യമുണ്ട്. എല്ലാവരും പുലിവേഷത്തിലൊക്കെ ഇറങ്ങുമ്പോൾ വെറൈറ്റി ആയിട്ട് മറ്റു വേഷത്തിലൊക്കെ ഹബീബീസ് ഇറങ്ങിയതുപോലെ പല കാഴ്ചകളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവർക്ക് പണി അറിയാവുന്നവരാണ് അക്ഷയ്. അതെ, നമ്മളിപ്പോൾ എല്ലാ പുലികളെയൊക്കെ കണ്ടു. വെറൈറ്റി ആയിട്ടുള്ളത് കൊണ്ടല്ലേ അവർ നമ്മുടെ ക്യാമറ കണ്ണിൽ പെട്ടത്. അങ്ങനെ നമ്മുടെ ക്യാമറ കണ്ണിൽ പെടുന്ന ഒരുപാട് മനുഷ്യർ അവിടെയുണ്ട്. പക്ഷെ എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ആവേശം എത്രത്തോളം ഉണ്ടോ അതേ രീതിയിൽ തന്നെയാണ് പുലികളിക്കുമുള്ള ആവേശം തൃശ്ശൂരിലുള്ളത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ടാബ്ലോ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ, ലിഷോയ്, നമുക്ക് ചെറിയൊരു ആശങ്കയൊക്കെ ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്നു. അത് വയനാട് ദുരന്തം, അതിനുശേഷം പുലികളിയുമായി ബന്ധപ്പെട്ട് വലിയ അനിശ്ചിതത്വമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സങ്കടമെല്ലാം എല്ലാവർക്കും മാറിയിരിക്കുന്നു അല്ലേ? അത് പുലികളിക്കിറങ്ങുന്ന ടീമിന് മാത്രമല്ല, അവിടെ വരുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു സങ്കടവുമില്ല. ഇനി അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ ഇറങ്ങാന്നുള്ള രീതിയിൽ എല്ലാവരും ഇറങ്ങും അല്ലേ? അതെ പൂജ, തീർച്ചയായിട്ടും നമ്മൾ വലിയൊരു ദുരന്തം, മഹാദുരന്തം, രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഹാദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത്. ആ സമയത്ത് ഒരു പക്ഷേ പുലിക്കളി നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ആശങ്കയൊക്കെ മാറി, അനിശ്ചിതത്വമൊക്കെ മാറിയാണ് പുലിക്കളി അതിന്റെ പൂർണ്ണ തോതിൽ തന്നെ ഒട്ടും പ്രൗഢി ചോരാതെ അത് നമുക്ക് തിരികെ കിട്ടുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഒരു പക്ഷേ നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ ആ പുലിക്കളി നമുക്ക് തിരികെ കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ഇതാ പൂജ പറഞ്ഞതുപോലെ മണ്ണിട്ട കാണാത്ത ആൾക്കാരെന്നൊക്കെ പറയില്ലേ, മണ്ണിൽ സൂചി, അത്രമാത്രം ആൾക്കാർ ഇവിടെയൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ടാബ്ലോ ഒക്കെ വന്ന് തുടങ്ങുന്ന ഉള്ളൊരു അവസ്ഥയായിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞാൽ ഈ സ്വരാജ് റൗണ്ടിന്റെ ഇവിടെ ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒക്കെ കളർ അങ്ങ് മാറും അല്ലെ? കളർ മാറി ഇവിടെ കളറോട് കളറായിരിക്കും. അതെ, പിന്നെ ഓരോ പുലിത്താളവും പുലിത്താളത്തിനൊത്തുള്ള പുലിച്ചുവടുകളും ആ പുലിമേളവും എല്ലാം കൂടി അങ്ങ് സമന്വയിച്ചിട്ടുള്ള ഒരു കളർ പരിപാടിയാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത്. 5:30 ഇവിടെ സീതാറാം മിൽ ദേശം ആദ്യം ഇങ്ങോട്ടേക്ക് എത്തും. അപ്പുറത്ത് നമ്മുടെ പാട്രാക്കൽ ദേശം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സീതാറാം മിൽ ദേശം എത്തും. 2 ഭാഗത്തും സ്വരാജ് റൗണ്ടിന് 2 ഭാഗത്തും ഒരേ സമയം പുലികൾ ഇറങ്ങും. പിന്നെ ഇവിടെ ഏത് പകർത്തും അല്ലെ, നമ്മൾ ഏതിൽ പോകുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ഹിമയും അരുണും രാഗിനും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ആവേശം അറിയുന്നുണ്ട്, ആവേശം പൂർണ്ണമായിട്ടും അറിയുന്നുണ്ട്. അപ്പം അതിൽ ഏതിനൊപ്പം ചേരുന്നതാണ്. ആദ്യം ആര് വരുന്നു അവർക്കൊപ്പം നമ്മളുണ്ടാവും, പിന്നെ വരുന്നവർക്കൊപ്പം നമ്മളുണ്ടാവും. അങ്ങനെ 7 ദേശക്കാർക്കൊപ്പം ഒപ്പം ചേർന്ന് താളം പിടിച്ച് മേളം പിടിച്ച് അതിനൊപ്പം തന്നെ ചുവട് വയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്.